friends, welcome to Commerce Bytes. I hope you people are all doing well. 1 week back നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേപ്പർ 1 മാത്രമല്ല നമ്മൾ കൊമേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 14th 2021 നമ്മളുടെ കേരള സെറ്റ് 2021 എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ Commerce Bytes, we are preparing a commerce super series. അല്ലെങ്കിൽ കൊമേഴ്സ് ബൊണാൻസ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്? ഇൻ ദിസ് സീരീസ് വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ദ ടോപ്പിക്സ് ആൻഡ് frequently asked questions in previous year question paper of Kerala Set Commerce. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ കേരള സെറ്റ് കൊമേഴ്സ് 2021 എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഹെൽപ്പും സപ്പോർട്ടും കൊമേഴ്സ് ബൈറ്റ്സ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഓൾ യു വാണ്ട് ആസ് എ ബുക്ക്, പെൻ ആൻഡ് എ ഹൈലൈറ്റർ ഓർ എ സ്കെച്ച് പെൻ. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ഔട്ട് കേരള സെറ്റ് 2021. സോ നൗ ലെറ്റ്സ് ബിഗിൻ ആർ ജേർണി. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളത് സിംഗിൾ ലൈനേഴ്സിലാണ്. സോ ഓപ്ഷൻസ് 4 വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള സമയം നമുക്കിനി ഇല്ല. ഓൾമോസ്റ്റ് ഒരു 1 month ഇനി നമ്മളുടെ ഫ്രണ്ടിലുള്ളൂ. സോ അത്ര ഫാസ്റ്റ് ആയിരിക്കണം, നമ്മൾ ഒരു മാരത്തോൺ പോലെ ആയിരിക്കണം നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ട് കളയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ സമയവുമില്ല. സോ നമ്മൾ വാരി വലിച്ച പോലെ ഒന്നും എടുക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം കവർ ചെയ്ത് പോകുന്നുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? സോ ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലനേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്കറിയില്ല. സോ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. ഇനിയുള്ള വീഡിയോസിലൊന്നും ഇതുപോലെ ഒരു ഇൻട്രോ ഉണ്ടാവില്ല. സോ ട്രൈ ടു ഫോളോ അപ്പ്. നിങ്ങൾക്ക് കേരള സെറ്റ് 2021 ക്രാക്ക് ഔട്ട് ചെയ്യണം എന്ന് അത്ര നിർബന്ധമുണ്ട്, അത്ര വാശിയോടുകൂടിയാണ് പഠിക്കുന്നതെങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് വിൽ ബി ദ കറക്റ്റ് സ്പോട്ട്. അണ്ടർസ്റ്റുഡ്? സോ ദ ഫസ്റ്റ് point is appointment of CS. CS means company secretary is made by. company secretary ne appoint ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, ലയബിലിറ്റി ഓഫ് കമ്പനി സെക്രട്ടറി എസ്. കമ്പനി സെക്രട്ടറിയുടെ ലയബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് കോൺട്രാക്ച്വൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, ആൻഡ് one more point including in company secretary is removed by passing resolution in the board meeting. നമ്മളൊരു ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് ഇൻ കേസ് നമ്മളുടെ കമ്പനി സെക്രട്ടറി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാസിങ് എ റെസൊല്യൂഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? സോ ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് പോയിന്റ്. ഓക്കെ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? സോ ആ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് CLAUSE ഏതെല്ലാം ക്ലോസ് ആണ്? ഒബ്ജക്റ്റീവ് ക്ലോസ്, നെയിം ക്ലോസ് ആൻഡ് ക്യാപിറ്റൽ ക്ലോസ്. ഓക്കെ, എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും. സോ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് വാട്ട് ഇസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇതൊരു മാരത്തോൺ സീരീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കിലേക്കും പോകുന്നില്ല. പകരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആവശ്യമുള്ള എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അണ്ടർസ്റ്റുഡ്? സോ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്ലോസ്, നെയിം ക്ലോസ് ആൻഡ് ക്യാപിറ്റൽ ക്ലോസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഓൾഡ് ഫോം ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഓൾഡ് ഫോമിനെ എന്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? ലൈൻ ഓർഗനൈസേഷൻ എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഓൾഡ് ഫോമിനെ വിളിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ആർ യു ഗെറ്റിംഗ് ഓൾ ദ പോയിൻറ്റ്സ്? പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഞാൻ പറയാറുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, അതായത് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു എഡ്യൂക്കേഷൻ ചാനലാണ്. സോ നിങ്ങൾ മോസ്റ്റ്ലി ഹാവ് യുവർ പെൻ ആൻഡ് ബുക്ക് ആൻഡ് എ ഹൈലൈറ്റർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സോ ട്രൈ ടു മെയിൻറ്റെയിൻ ദീസ് 3 തിങ്സ് വൈൽ അറ്റൻഡിങ് മൈ ക്ലാസ്. അണ്ടർസ്റ്റുഡ്? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക് ഓഫ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു ടെക്നിക് ഓഫ് എന്തിൻ്റെ ടെക്നിക്കാണ് എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കൺട്രോളാണ്. കൺട്രോളിൻ്റെ ആ ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് കൺട്രോൾ എന്നുള്ള ഒരു പോയിൻ്റാണ്. അണ്ടർസ്റ്റുഡ്? So moving to the next point,
Profit prior to incorporation treated as capital reserve. Profit prior to incorporation എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ്. Understood? Profit prior to incorporation treated as capital reserve. Are you getting the points? Okay. Moving to the next point. WTO, World Trade Organization, ന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫങ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ WTO മെയിൻ ഓർഗൻ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് ഗ്ലോബൽ ഇൻ ഇറ്റ്സ് മെമ്പർഷിപ്പ്. WTOൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ട്രേഡ് സ്മൂത്ത്ലി, ഗ്രോത്ത്, പ്രിസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്, വേൾഡ്സ് റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്, പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു വേൾഡിന് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചെയ്തു പോകുന്നുണ്ട്. സോ ഒന്നുകൂടെ ഞാൻ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. I think almost എല്ലാ സ്റ്റുഡൻസും ഈ ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ ബി എ റിവിഷൻ, റൈറ്റ്? ഫ്രീ ട്രേഡ് സ്മൂത്ത്ലി, ഗ്രോത്ത്, പ്രിസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്, വേൾഡ് റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാൻ, പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്, ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാനുള്ള ബോഡീസ്. ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഓരോ കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും പേര് പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. സോ WTOൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഫംഗ്ഷനും നമ്മൾ നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും നമ്മൾ നോക്കി. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇസ് കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി ഇംപ്ലൈസ്. കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പീസ് എന്തിനാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീലി പെർമിറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് റുപ്പി ടു അനദർ മേജർ കൺട്രീസ്. കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളുടെ റുപ്പീനെ കൺവേർട്ട് ചെയ്യാം. സോ അത് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഫ്രീലി പെർമിറ്റിംഗ് കൺവേർഷൻ ഓഫ് റുപ്പി ടു അതർ മേജർ കൺട്രീസ്. പല മേജർ കൺട്രീസിലേക്ക് നമുക്കിങ്ങനെ നമ്മളുടെ കൺവേർട്ടബിലിറ്റി, നമ്മുടെ റുപ്പീസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇസ് അണ്ടർ സ്ട്രാറ്റജിക് സെയിൽ ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് സെൽസ് എ മേജർ ഷെയർ ടു സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കുള്ള അറിയാം, റൈറ്റ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദാറ്റ് വിഡ്രോവൽ ഓർ റിഡക്ഷൻ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിഡ്രോവൽ ഓർ റിഡക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ വിഡ്രോ ചെയ്തു, ഓക്കെ? അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് വെൻ ഗവൺമെൻറ് ഓർ ഓർഗനൈസേഷൻ സെൽ ഓർ ലിക്വിഡേറ്റ് അസറ്റ്സ് ഓർ സബ്സിഡറീസ്. ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അവർക്ക് ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ, അത് അവർ വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജിക് സെയിൽ മെത്തേഡ് ഉണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡാണ് സ്ട്രാറ്റജിക് സെയിൽ ഓഫ് മെത്തേഡ് എന്നുള്ളത്. സോ അത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് സെൽ എ മേജർ ഷെയർ ടു സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. സ്ട്രാറ്റജിക് സെയിൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയർ കൊടുക്കുന്നത് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിനാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? അണ്ടർസ്റ്റുഡ്? സോ ഈ പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഈ പോയിൻറ്റ്സ് നിങ്ങൾ കീപ്പ് ഓൺ റിവൈസിങ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൈൻഡിൽ കൂടെ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. It will be helping you a lot for your preparation for Kerala Set 2021. Okay, so now let's move to the next one. Okay. ഇൻട്രിം ഡിവിഡൻഡ് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? ഇൻ ബിറ്റ്വീൻ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ആണ് ഇൻട്രിം ഡിവിഡൻഡ്. ഈ ഇൻട്രിം ഡിവിഡൻഡ് ഏത് അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നറിയോ? ആൻഡ് ഇൻ ദിസ് ഇൻട്രിം ഡിവിഡൻഡ് വിൽ ബി റെക്കോർഡഡ് ഇൻ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇൻട്രിം ഡിവിഡൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ ഏത് അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്യണേ എന്നുള്ളത് ചിലപ്പോൾ പകുതി പേർക്ക് അറിയണ്ടാവില്ല. സോ ഹിയർ ദ ആൻസർ ഇസ് ഇൻട്രിം ഡിവിഡൻഡ് റെക്കോർഡ് ചെയ്യുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ്. അണ്ടർസ്റ്റുഡ്? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ടേബിൾ എ ഓൾട്ടർനേറ്റീവ് 2. ഈ ടേബിൾ എ എന്ന് പറയുന്നത് നമ്മൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത് എന്തിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണെന്ന്. എ ഓഫ് എ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടർനേറ്റീവ് ആണ് ടേബിൾ എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡു സെർച്ച് ഫോർ
ടേബിൾ എയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ടേബിൾ എയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ പോയിൻറ്റും നോക്കിയിരിക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോയിൻ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതെന്നുള്ളൂ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ടേബിൾ എൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ്. ഓക്കെ, ടേബിൾ എ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ഔട്ട്സൈഡേഴ്സ്. അതായത് നമ്മൾക്ക് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക് ആയിരിക്കാം. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിന് മറ്റൊരു പേര് കൂടെ വിളിക്കും, ടോർക്ക് ആൻഡ് റൂൾ എന്ന് വിളിക്കാറുണ്ട്. അതൊരു 150 years ഓൾഡ് കോൺസെപ്റ്റാണ് വിച്ച് പ്രൊട്ടക്ട് ദ ഔട്ട്സൈഡേഴ്സ് എഗെയിൻസ്റ്റ് ദ ആക്ഷൻ ബൈ ദ കമ്പനി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു, അപ്പോൾ ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു റൂളാണ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എനി പേഴ്സൺ ഹു എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് എ കമ്പനി shall ensure that the transaction is authorized by articles and memorandum of company. Okay, so doctrine of indoor management ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഔട്ട്സൈഡേഴ്സിന്. ഓക്കെ, so let's have the next point. Okay, steps in strategic പ്ലാനിങ് പ്രോസസ്സ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം, കൊമേഴ്സാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പോർഷനാണ് സ്ട്രാറ്റജിക് പോർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു 2 or 3 questions എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തോളൂ കേട്ടോ. സോ അതിലൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്. അത് ചിലപ്പോൾ ഓർഡർ തെറ്റിച്ചിട്ട് പുട്ട് ഇറ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ എന്നുള്ള ടൈപ്പിലായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഹിയർ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന പോയിൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. SWOT അനാലിസിസ്, സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് അനാലിസിസ് ഇല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. SWOT അനാലിസിസ്, ഇൻപുട്സ്, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതുപോലൊരു ഓർഡറാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞു തരാം. അതായത് ലാസ്റ്റത്തെ ആയിരിക്കും ഇവാലുവേഷൻ. ഓൾമോസ്റ്റ് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള പോയിൻറ്റുകളായിരിക്കും ലാസ്റ്റ് വരുന്ന പോയിൻറ്റ്. സോ ആ ഓർഡർ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ആ പോയിൻറ്റുകൾക്കൊക്കെ നിങ്ങൾ മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളത്. സോ അതിൻ്റെ ഒരു 3 points നമുക്ക് നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ് ഈസ് എ അഡ്വൈസറി ബോഡി ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ടു ദ ക്യാബിനറ്റ്സ്. നമ്മളുടെ ഒരു അഡ്വൈസറി ബോഡിയാണ്, നമുക്ക് അഡ്വൈസസ് എടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസറി ബോഡിയാണ്. ആൻഡ് മേക്ക് ദ റെക്കമെൻഡേഷൻ ടു ദ ക്യാബിനറ്റ്സ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് ഓഫ് പ്ലാൻസ്. നമുക്ക് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഓക്കെ, ഈ 3 points ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് ഈസ് എ അഡ്വൈസറി ബോഡി ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ടു ദ ക്യാബിനറ്റ്സ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഓഫ് ഫോർമുലേറ്റിംഗ് ഓഫ് പ്ലാൻ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ടെക്നിക് ഓഫ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് എന്തിൻ്റെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ വിൽ ബി കൺട്രോളിങ്. നമ്മളൊരു 6th or 7th പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക് ഓഫ് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും കൺട്രോളിങ്ങിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളൊരു ടെക്നിക്ക് വരുന്നതും കൺട്രോളിങ്ങിൻ്റെ തന്നെയാണ്. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ ടു ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് കാണിക്കുന്നത്? കോൺട്രിബ്യൂഷൻ ടു ജനറൽ റിസർവ് എന്നുള്ളത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. കോൺട്രിബ്യൂഷൻ ടു ജനറൽ റിസർവ് എന്നുള്ളത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് വേറൊരു പോയിൻ്റ് നോക്കിയിരുന്നു അല്ലേ, ഇൻട്രിം ഡിവിഡൻഡ് എന്നുള്ളതും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. സോ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു പേജ് എടുക്കൂ, ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് P&L അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് അവിടെ ഫ്രഷ് ആയിട്ട് എഴുതിക്കോളൂ ഇൻട്രിം ഡിവിഡൻഡ്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് വന്ന എന്താ, കോൺട്രിബ്യൂഷൻ ടു ജനറൽ റിസർവ്. ഈ ക്വസ്റ്റ്യനൊക്കെ പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻ്റ്, അതായത് ലിക്വിഡേഷൻ ഫസ്റ്റ് പേ. നമ്മളിപ്പോൾ ലിക്വിഡേഷന് ഇപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ആ ഒരു പേ കൊടുക്കുന്നത്
പ്രിഫറൻസ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിനായിരിക്കും. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സാണ് ഫ്രണ്ടിൽ നിന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.